ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. എങ്ങനെയാണ് ഒരു ടോക്കണിന് നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത്? ഒബ്വിയസ്ലി ലോ സപ്ലൈ ആണ്. പിന്നെ അതിന് നല്ലൊരു യൂസർ ബേസും വേണം. എന്നാൽ ഇത് മാത്രം മതിയോ? ഒരിക്കലും പോരാ. ആ ടോക്കണിൻ്റെ സപ്ലൈ കുറഞ്ഞു വരണം. അത് മാത്രമല്ല, അതിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റിക്കാർക്ക് റിവാർഡും കിട്ടണം. അപ്പോഴാണ് ആ ടോക്കണിനൊരു ഡിമാൻഡ് ഉണ്ടാവുകയും അതിൻ്റെ പ്രൈസ് അപ്രീഷിയേഷൻ നടക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് ടോക്കൺ ഫ്ലൈവീൽ ഇംപ്ലിമെൻറ്റേഷൻ. ഇത് ക്രിപ്റ്റോയിൽ ഒരു പുതിയ കോൺസെപ്റ്റാണ്. പുതിയതായിട്ട് ഇറങ്ങുന്ന പല ടോക്കണുകൾക്കും ഈ ഫ്ലൈവീൽ ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. എന്താണ് ടോക്കൺ ഫ്ലൈവീൽ? എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു ടോക്കണിൻ്റെ പ്രൈസ് അപ്രീസിയേഷന് കാരണമാകുന്നത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻ. ബേസിക്കലി ഫ്ലൈവീൽ എന്ന് പറയുന്നത് ഒരു ടോക്കണിന് ഒരു യൂട്ടിലിറ്റി കൊടുത്ത് അതിന് ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കി അതിനെ ഒരു റീഇൻഫോഴ്സിങ് എക്കണോമിക് ലൂപ്പായി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യുന്നത്? ഒബ്വിയസ്ലി നല്ല പ്രൊജക്റ്റുകൾക്കാണ് ഈ കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ബേസിക്കലി അവർക്കൊരു ഫണ്ടമെൻ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാകും. ആ പ്രൊഡക്റ്റിന് ഒരു നല്ല യൂസ് കേസ് ഉണ്ടാകും. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ ടോക്കൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ലൈസൻസ് ഫീ ആയിട്ട് കുറച്ച് ടോക്കൺ മേടിക്കണം. അത് ഒന്നാമത്തെ യൂസ് കേസ്. അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ ഇത്ര മിനിമം ടോക്കൺസ് വേണം, രണ്ടാമത്തെ യൂസ് കേസ്. മൂന്നാമത് ചില ടോക്കൺസ് ഇത്ര നാൾ സ്റ്റേക്ക് ചെയ്യണം. അങ്ങനെ ചില കണ്ടീഷൻസ് വെക്കും ഇവരുടെ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അവരുടെ സർവീസ് ഉപയോഗിക്കുന്നതിന് ഒരു ഫീസ് അവർ ഈടാക്കും. അപ്പോൾ പല രീതിക്ക് ഈ ടോക്കണിന് ഒരു യൂട്ടിലിറ്റി കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓണർക്ക്, അതായത് പ്രൊഡക്റ്റ് ക്രിയേഷൻ ഉള്ളവർക്ക് കുറച്ച് റവന്യൂ ഈ ടോക്കൺസ് വഴി കിട്ടുന്നു. കാരണം അവരുടെ സർവീസ് ഉപയോഗിക്കുന്നതിന് റീറ്റെയിലേഴ്സ് ആ ടോക്കൺ മേടിക്കണം. അപ്പോൾ ഒന്നാമത് അവിടെ ഡിമാൻഡ് കൂടുന്നു. രണ്ടാമത്, ഈ ജനറേറ്റ് ആകുന്ന റവന്യൂ പ്രൊഡക്റ്റ് ഓണേഴ്സ് വീണ്ടും മാർക്കറ്റിൽ ടോക്കൺ ബൈ ചെയ്തതിനും മാർക്കറ്റ് ബൈ ചെയ്ത ടോക്കൺസ് വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇവിടെ ടോക്കണിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. ഒന്നാമത് റീറ്റെയിലേഴ്സ് അത് മേടിക്കുന്നു, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവർക്ക് ഈ ജനറേറ്റ് ആകുന്ന ഫീസ് ടോക്കണായിട്ട് ഇവരുടെ ട്രഷറിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ടോക്കൺസ് സ്റ്റേക്കിംഗ് ഈൽഡായിട്ടും കൊടുക്കാൻ പറ്റും. അതായത് ടോക്കൺസ് മേടിച്ച് സ്റ്റേക്ക് ചെയ്യുന്നവർക്ക്, ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പാസീവ് ഇൻകം എന്നുള്ള നിലയ്ക്കും ഈ ഫ്ലൈവീൽ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നത്? ഒന്ന്, ടോക്കണിൻ്റെ സപ്ലൈ കുറയുന്നു, കാരണം പ്രൊഡക്റ്റ് സർവീസിന് നമ്മൾ ആക്ച്വലി ആ ടോക്കൺ ബൈ ചെയ്യുന്നു. രണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് കുറച്ച് ടോക്കൺ ബേൺ ചെയ്യുമ്പോൾ സപ്ലൈ കുറയുന്നു. പിന്നെ ലോങ് ടേം ഹോൾഡേഴ്സിന് 1% ഓഫ് ടോക്കൺ ഈൽഡ് സ്റ്റേക്കിംഗ് ആയിട്ട് പാസീവ് ഇൻകം ആയിട്ടും കിട്ടുന്നു. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ടോക്കൺ നല്ലൊരു വാല്യൂ ഉള്ളതായിട്ടും നല്ലൊരു എക്കോസിസ്റ്റമായിട്ട് ഡെവലപ്പായി വരും. അപ്പോൾ ഇത് കൂടുതൽ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. അവരും വരുന്നു, പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു, ടോക്കൺസ് മേടിക്കുന്നു, ടോക്കണിൻ്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഓണേഴ്സ് അഗെയിൻ ടോക്കൺസ് മാർക്കറ്റ് ബൈ ചെയ്ത് ബേൺ ചെയ്യുന്നു, വീണ്ടും സപ്ലൈ കുറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സൈഡിൽ സപ്ലൈ കുറയുമ്പോൾ മറ്റേ സൈഡിൽ ഡിമാൻഡ് കൂടുന്നു. അതിൻ്റെ ഫലമായി പ്രൈസ് സ്കൈ റോക്കറ്റ് ചെയ്യുന്നു. ഇതാണ് ഫ്ലൈവീൽ മെക്കാനിസം എന്ന് പറയുന്നത്. സ്റ്റേക്കിംഗ്, ഈൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ, സ്റ്റേക്കിംഗ് വഴി യൂസേഴ്സിന് പാസീവ് റവന്യൂ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇത് തന്നെയല്ലേ എയർ ഡ്രോപ്പിലും സംഭവിക്കുന്നതെന്ന്. എന്നാൽ എയർ ഡ്രോപ്പുകളിലും ഇതുവരെയുള്ള സാധാരണ സ്റ്റേക്കിങ്ങിലും അവർ എക്സ്ട്രാ ടോക്കൺ പ്രിൻ്റ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വന്ന ടോക്കൻ്റെ ഒരു ഭൂരിഭാഗം മേടിച്ച ശേഷം അത് മാർക്കറ്റ് സപ്ലൈ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ടോക്കൺ ഇൻഫ്ലേഷനാണ്. എന്നാൽ ഫ്ലൈവീൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ആക്ച്വലി സംഭവിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ റിയൽ യൂസേജ് അനുസരിച്ചിട്ടുള്ള റിയൽ റവന്യൂ ഉണ്ടാകുന്നുണ്ട് ഇൻ ഫസ്റ്റ് പ്ലേസ്. ആ റവന്യൂവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റേക്കേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിയൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടോക്കൺ ഇൻഫ്ലേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്, ടോക്കൺ ഡിഫ്ലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നല്ല മെക്കാനിസം ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ചില ടോക്കൺസും എങ്ങനെയൊക്കെയാണ് അവർ ഈ ഫ്ലൈവീൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കാം. ഒന്നാമത് സീറോ ഡെൽറ്റ എന്നുള്ള പ്രൊജക്റ്റ്. ഇവർ അവരുടെ സർവീസിനായിട്ട് CDLT എന്നുള്ള ടോക്കൺ നമ്മളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഡിമാൻഡ് ഡ്രൈവർ എന്ന് പറയുന്നത്. രണ്ടാമത് JTVO എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് അവരുടെ സർവീസ് ഉപയോഗിക്കുന്നതിൻ്റെ 50% ഫീസും ടോക്കൺ മാർക്കറ്റ് ബൈ ചെയ്തിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പ്രൊജക്റ്റാണ് പാരഗൺ ട്വിക്സ് എന്നുള്ളത്. അവർ 8 വർഷമായി മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ്. അവരുടെ സർവീസിൽ നിന്ന് കിട്ടുന്ന ചാർജിൻ്റെ 15%
അതിൻ്റെ സ്റ്റേക്കേഴ്സിന് ഈൽഡായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ. ഇനി മറ്റൊരു പ്രൊജക്റ്റാണ് OVSM എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത അവർ 100% ടോക്കണും തുടക്കത്തിൽ തന്നെ റിലീസ് ചെയ്തു. ആൻഡ് ദർ ഈസ് നോ VC റിസർവ് ഓർ നോ ഫണ്ടിങ്. അപ്പോൾ 100%ഉം സാധാരണക്കാർക്ക് അവൈലബിൾ ആണ്. ഈ ഫ്ലൈവീൽ വഴി ടോക്കണിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഫ്ലൈവീൽ എന്നുള്ള ടെക്നിക്കിൻ്റെ ഫീച്ചേഴ്സും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ചില കോയിൻസിൻ്റെ സാമ്പിൾ. ഫ്ലൈവീൽ എന്താണെന്നും അത് എങ്ങനെയാണ് ടോക്കണിൻ്റെ പ്രൈസ് അപ്രീസിയേഷന് കാരണമാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ പുതിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.